കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയ രാത്രി ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വീട്ടുകാർ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, പലർക്കും SIR എന്താണെന്ന് അവർക്കറിയില്ല. പലപ്പോഴും രാത്രിയിൽ ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ കൊടുക്കും, ഇത് സമയത്ത് എങ്ങനെ വിതരണം ചെയ്യുന്നു. ഈ പ്രഷർ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ സ്ട്രക്കായിട്ട് വരുന്ന അവസ്ഥ വരും. ഞാൻ തന്നെ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ പോയാൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2002 വോട്ടർ പട്ടിക നമുക്ക് വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് തന്നിട്ടില്ല. ഇത് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ 2002 വോട്ടർ പട്ടികയും 2025 വോട്ടർ പട്ടികയും തമ്മിലാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇതിൽ താരതമ്യം ചെയ്യാൻ നമ്മൾ നിലവിലെ ബൂത്ത് തന്നെയാണ്. പഴയ ബൂത്തായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പ്രശ്നം. ഒന്ന്, ഞാൻ ചെയ്യുന്ന ഒരു ബൂത്ത് എന്ന് പറയുന്നത് അതിന് തൊട്ട് അടുത്ത് തന്നെ 3ഓളം ബൂത്തുകളുണ്ട്. അപ്പോൾ ഈ പല ബൂത്തുകളിലായിട്ട് 2002 വോട്ടർമാർ കടക്കുന്നത് കൊണ്ട് നമുക്കിവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് മാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലെ മുഴുവൻ വോട്ടേഴ്സിനെ മാപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് എവിടെ പോയി എങ്ങനെ ഒന്നിനും ഒരു കൃത്യമായ നിർദ്ദേശമില്ലായിരുന്നു. ഇന്ന് പറയുന്ന നിർദ്ദേശമായിരിക്കില്ല നാളെ പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മാപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഫോം വിതരണത്തിന് തരുമ്പോൾ ഒരു ദിവസം ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പൂർണ്ണമായ ട്രെയിനിങ് അല്ല, നമുക്കൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഫോം കൊടുക്കാൻ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ധാരണ ഈ ത്രൂ ഔട്ട് ഓരോ വീടുകളിൽ നോട്ടീസ് കൊടുത്തു പോകുന്നതിൽ എളുപ്പം. അങ്ങനെയല്ല. വീടുകൾ പലയിടത്ത് ചെതറിക്കിടക്കുകയാണ്. പല വീട്ടുകളിലും ആൾക്കാരില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഈ 2 ഫോം അതെന്ന് പറയുമ്പോൾ എനിക്ക് 1373 വോട്ടേഴ്സ് ഉണ്ട്. അത്ര ഇരട്ടി നമ്പർ ഫോം എൻ്റെ കയ്യിലാണ്. അത്രയും നമ്മൾ ചുമന്നുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അതൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെക്കാം. പക്ഷേ ഇവർ പറയണ ഇത്ര ദിവസത്തേക്കകത്ത് ഇത്ര ശതമാനം പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പലപ്പോഴും രാത്രിയിൽ ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ കൊടുക്കും, ഇത് സമയത്ത് എങ്ങനെ വിതരണം ചെയ്യുന്നു. ഈ പ്രഷർ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ സ്ട്രക്കായിട്ട് വരുന്ന അവസ്ഥ വരും. നമ്മുടെ ബൂത്ത് മേഖല വിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ഒരു പ്രദേശത്തല്ല, ഒരു 3 കിലോമീറ്ററൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഫോം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആളെ കണ്ടെത്തി കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നൊരു ഓർഡർ വന്നിരിക്കുന്ന അത്തരക്കാരെ കൊടുക്കണ്ട, അത് ഷിഫ്റ്റ് ചെയ്ത് കളഞ്ഞാൽ മതി എന്നുള്ള രീതിയും പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയ രാത്രി ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫോം തിരിച്ച് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ബന്ധു എന്നുള്ള നിർവചനം അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, ഈ 4 പേരെയാണ് ബന്ധു എന്നുള്ള നിർവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ഈ ഫോം കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ എല്ലാ വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മുടെ ഇതാണ് എഴുതിയിട്ടുള്ളത്, ബന്ധുക്കളുടെ ഡീറ്റെയിൽ. അതിൻ്റെ ഇതുവരെ BLOയുടെ ആപ്പിൽ ഓപ്പൺ ആയിട്ടില്ല. ഇതിന് എന്താവും എന്നുള്ള ഇത് അറിയാൻ പാടില്ല. നമുക്ക് നേരത്തേക്കെന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെ സഹായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ഒരാളെ പോലും നമുക്ക് കിട്ടത്തില്ല. ഇനി വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവരെ ഓൾറെഡി എല്ലാ പ്രഷർ കാരണം അവർക്ക് തന്നെ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇത് മാത്രവുമല്ല, ഞാൻ 23 മുതലുള്ളൊരു BLO ആണ്. എന്നിട്ടാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. നമുക്കറിയാത്തൊരു സ്ഥലമാണ്. പലപ്പോഴും പകലൊക്കെ ചില വീടുകളിൽ ചിലപ്പോൾ ആണുങ്ങൾ മാത്രമേ കാണൂ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഞങ്ങളുടെ സേഫ്റ്റിയുടെ വിഷയമുണ്ട്. ചില നായ്ക്കളാണ് ഓടിച്ച അവസ്ഥയുണ്ട്. എൻ്റെ കാലൊക്കെ ഒന്ന് മടുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു ഈസി ടാസ്ക് അല്ല. അതിനെ വില കുറച്ച് കാണുകയും ചെയ്യരുത്. രാത്രി കാലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വീട്ടുകാർ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, പലർക്കും ഈ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാൻ പറഞ്ഞ ഈ മിച്ചഭൂമി കോളനി പോലുള്ള സ്ഥലങ്ങളിൽ SIR എന്താണെന്ന് അവർക്കറിയില്ല. വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും അവർ കേട്ടിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ പോയാൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രഷർ ഭയങ്കരമായിട്ടുണ്ടാകും. നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല.